എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിടെക്കിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒരു ചെറിയ ഓവർവ്യൂ നൽകാനാണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബിടെക്കിലെ തന്നെ ഏറ്റവും ഒരു പഴക്കം ചെന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ മെഷീൻസിന്റെ ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ്, ഡിസൈൻ ആസ്പെക്ട്സ്, പിന്നെ അതിൻ്റെ പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കാര്യങ്ങളാണ് ഈ 4 വർഷ കോഴ്സ് നമ്മൾ പഠിക്കുന്നത്. സോ എല്ലാ ബിടെക് കോഴ്സുകളെയും പോലെ തന്നെ ഇത് 4 വർഷമാണ്, 6 മാസം നീണ്ടു നിൽക്കുന്ന 8 സെമിസ്റ്ററാണ്. സോ ഇതാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കാലാവധിക്ക് എന്ന് പറയുന്നത്. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ ആദ്യ വർഷം ഏകദേശം സെയിം ആയിരിക്കും. ആദ്യ വർഷം നമ്മൾ പഠിക്കുന്നത്, ആദ്യ വർഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 സെമിസ്റ്ററുകളായിട്ട് നമ്മൾ പഠിക്കുന്നത് വിവിധ തരത്തിലുള്ള ബാക്കിയുള്ള പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, സിവിൽ വരുന്നുണ്ട്, CS വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യ വർഷം പഠിക്കുന്നു. കൂടാതെ തന്നെ തുടർഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് കാര്യങ്ങളും നമ്മൾ ആദ്യ വർഷം പഠിക്കുന്നു. 2ാം വർഷം മുതലാണ് നമ്മൾ ഏത് എഞ്ചിനീയറിംഗ് ആയാലും ഏത് ബ്രാഞ്ച് ആയി കഴിഞ്ഞാലും നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് പോകുന്നത്. സോ നമ്മുടെ മെക്കാനിക്കൽ ബ്രാഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ മെഷീൻസിന്റെ മെക്കാനിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മെഷീൻസിന്റെ കൈനമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ തെർമോഡൈനാമിക്സ്, പിന്നെ ഓട്ടോമൊബൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിസൈൻ ആസ്പെക്ട്സ്, ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും, ഒരു മെക്കാനിക്കൽ കോമ്പണന്റ് ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ ഡിസൈൻ ചെയ്യണം കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് എല്ലാ സെമിസ്റ്ററിലും ഏകദേശം 2 വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ലാബ് വരുന്നുണ്ട്. അതിൽ സെക്കൻഡ് ഇയർ മുതലാണ് കൂടുതൽ നമ്മുടെ ഒരു മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ലാബുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലാബുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ തെർമോഡൈനാമിക്സ് ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ്, അത്തരത്തിലുള്ള ഒരുപാട് ലാബുകളും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. സോ ഈ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ ഒരു ലാബ് കാര്യങ്ങളും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇന്റേൺഷിപ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റും നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം, ഒരു മെക്കാനിക്കൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ടാവും. സോ ആ കാര്യങ്ങളുമായിട്ട് പരിചയപ്പെടാൻ ഒരുപാട് ഇന്റേൺഷിപ്സ് അതുപോലെ തന്നെ ഈ കമ്പനി വിസിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നടക്കുക. അത് മെക്കാനിക്കൽ മാത്രമല്ല, ഏത് ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ. സോ അവസാന വർഷം നമുക്കറിയാം എല്ലാ ബ്രാഞ്ചിലും ഉള്ളതുപോലെ തന്നെ പ്രൊജക്റ്റും സെമിനാറാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് വരിക. സോ മെക്കാനിക്കലൊക്കെ ആകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിലുള്ള നല്ല പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് വരിക. 4 വർഷത്തെ ബിടെക് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ, തൊഴിൽ സാധ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പം മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ കോഴ്സുകൾ ഉണ്ട്. ഇപ്പം മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ജസ്റ്റ് എഞ്ചിൻ പണിയൊക്കെ. അതെല്ലാം മാറി ഇന്ന് നമുക്ക് വൈറ്റ് കോളർ ജോബ്സും ഒരുപാട് ഇന്ന് മെക്കാനിക്കൽ ഫീൽഡിൽ അവൈലബിൾ ആണ്. അതിന് ആവശ്യമായിട്ടുള്ള ചില സോഫ്റ്റ്വെയർ കോഴ്സസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ആൻസിസ്, അതുപോലെ തന്നെ ഓട്ടോകാഡ്, കാഷിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ കോഴ്സുകൾ ഇന്ന് പല ഭാഗത്തും, ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും ഇത് അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞാൽ ഒരുപാട് പൈപ്പിംഗ് കോഴ്സുകളുണ്ട്, പിന്നെ പൈപ്പിംഗ് ഡിസൈനിങ് കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി കോഴ്സുകളുണ്ട്, ഒരുപാട് മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സോ ഡിപ്ലോമയോ ഷോർട്ട് ടേം കോഴ്സ് നമ്മൾ 4 വർഷത്തെ ബിടെക് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മളൊരു ജോലി, മെക്കാനിക്കലിൽ തന്നെ ഒരു ജോലി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഷോർട്ട് ടേം കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നേടിയെടുക്കുക. സോ തൊഴിലവസരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് സെക്ടർ ആയിക്കോട്ടെ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഒരുപാട് വേക്കൻസീസ് അല്ലെങ്കിൽ ഒരുപാട് ചാൻസസ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗവൺമെന്റ് പബ്ലിക് സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ആർമഡ് ഫോഴ്സ്, അല്ലെങ്കിൽ PWD, അല്ലെങ്കിൽ അപ്പോൾ ഇന്ത്യൻ ഓയിൽ തുടങ്ങിയിട്ടുള്ള ONGC തുടങ്ങിയിട്ടുള്ള ഒരുപാട് നവരത്ന കമ്പനീസ്, ഇതിലൊക്കെ ഒരുപാട് വേക്കൻസീസ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ കാത്തിരിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കമ്പനിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഗേറ്റ് എക്സാം ആണ്. എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡ് കഴിഞ്ഞാലും അവർക്ക് ഗേറ്റ് എക്സാം എഴുതാം. ഒന്നെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, ഈ ഹയർ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഗേറ്റ് എക്സാം എഴുതുന്നത്. പുറമെ ഈ ഗേറ്റ് എക്സാമിന്റെ ഒരു മാർക്ക്
അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കമ്പനികളിലേക്ക് പ്രവേശനം നേടാം. മറ്റൊന്ന്, പ്രൈവറ്റ് കമ്പനികളിലും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഈ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള A to Z. കാരണം ഒരു കാറൊക്കെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് കോമ്പണൻസും കാര്യങ്ങളും ആവശ്യമാണ്, മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരുപാട് കോമ്പണൻസും കാര്യങ്ങളും ആവശ്യമാണ്. സോ അതിന്റെ ഡിസൈൻ മുതൽ പ്രൊഡക്ഷന്, മെയിൻ്റനൻസ് കാര്യങ്ങൾ, പിന്നെ ഈവൻ ലാസ്റ്റ് നമ്മൾ കാർ സെയിൽ ചെയ്യുന്ന സ്ഥലം വരെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ കമ്പനികൾ മാത്രമല്ല, മറ്റു ഒരുപാട് ഡിസൈനിങ് കമ്പനീസ്, മാനുഫാക്ചറിങ് കമ്പനീസ്, ഇപ്പൊ നമ്മുടെ ഈ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്. സോ ഇങ്ങനത്തെ ഒരുപാട് കമ്പനീസിലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജോലി സാധ്യതകളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ചു കഴിഞ്ഞവർക്ക് വീണ്ടും പിന്നെ നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ആദ്യത്തെ ഒരു 6 മാസം നൽകിക്കൊണ്ട് പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസുകാർ എന്താണ് ചെയ്യുന്നത്, ആ ജോലിയിലേക്കും മാറുന്ന ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇനി ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ, നമ്മൾ ഉപരിപഠനത്തിനും ഒരുപാട് സാധ്യതകളുള്ള കോഴ്സാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോർ സബ്ജക്റ്റ് ആണ്. സോ ഇത് കഴിഞ്ഞാണ്ട് നമ്മൾ എംടെക്കിന് പോവുകയാണ്. ഇപ്പൊ നല്ല ഗേറ്റ് സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല കോളേജുകളിലൊക്കെ നമുക്ക് കിട്ടും. സോ ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എംടെക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഠിക്കാം. ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഉണ്ട്, ഡിസൈനിങ് ഫീൽഡ് ഉണ്ട്, ഈ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, കാഡ് ബേസ്ഡ് ഒരുപാട് എംടെക് കോഴ്സുകൾ ഉണ്ട്. അങ്ങനെ ഓട്ടോമൊബൈൽ, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് എംടെക് ചെയ്യാം. അപ്പോൾ എംടെക്കിലേക്ക് നമുക്ക് ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റോബോട്ടിക്സ് ആയിക്കോട്ടെ, മെക്കട്രോണിക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് എംടെക് ചെയ്യാം, നമ്മുടെ മാസ്റ്റർ ചെയ്യാം. അത് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളും നല്ല നല്ല എന്താ പറയുക നല്ല നല്ല കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് എടുക്കാം. സോ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലും നമുക്കൊക്കെ ജോലിക്ക് കയറാം. അല്ലെങ്കിൽ എംടെക് എടുത്തത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം, അധ്യാപകരായിട്ടും നമുക്ക് ജോലി നോക്കാം. സോ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ ആണ് എംടെക്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് MBA പ്രോഗ്രാംസ്, ഒരുപാട് ബിടെക്കാർ ചെയ്യുന്നതാണ് MBA പ്രോഗ്രാംസ്. സോ ഒരുപാട് MBA പ്രോഗ്രാംസും അവൈലബിൾ ആണ്. സോ ഇത് ഇങ്ങനെ കുറച്ചും കൂടി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. സോ അതിൻ്റെ ഒരു കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ട് പറയാം. നമ്മൾ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ലഭിക്കുകയില്ല. സോ അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട്, സോ ഈ കോഴ്സ് കഴിഞ്ഞിട്ടോ, നമ്മുടെ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മാക്സിമം കമ്പനികളൊക്കെ വിസിറ്റ് ചെയ്യുക. 4 വർഷത്തിനിടയിൽ നമുക്കൊക്കെ ഒരുപാട് വെക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ മാക്സിമം കമ്പനീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയൊക്കെ പോയി സന്ദർശിക്കുക. അതുപോലെ ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇത് മെക്കാനിക്കൽ മാത്രമല്ല, ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ. സോ ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒരു ചെറിയൊരു ഓവർവ്യൂ നൽകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. തുടർന്നും മറ്റു ബ്രാഞ്ചുകളുമായിട്ട് നമുക്ക് വിവിധ വീഡിയോകളുമായിട്ട് നിങ്ങളിലേക്ക് വരാം. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.